ഈ ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 3 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഇപ്പോഴത്തെ സ്പെയിനിൽ നിന്നുള്ള വിശുദ്ധനാണ്. 1506 അദ്ദേഹം ജനിച്ചത്. 1552 മരിച്ചു. ഈശോ സഭ എന്ന സന്യാസ സംഘത്തിൻ്റെ സഹസ്ഥാപകനാണ്. ഇഗ്നേഷ്യസ് ലയോളയുടെ സ്നേഹിതൻ. പാരീസിലെ മോന്തമാർത്തെ എന്ന സ്ഥലത്ത് വെച്ച് 1534 വ്രതമെടുത്ത ഏറ്റവും ആദ്യത്തെ 7 ഈശോസഭ അംഗങ്ങളിൽ ഒരാളാണ്. അക്കാലത്തെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ഏഷ്യൻ രാജ്യങ്ങളിൽ, സവിശേഷമായിട്ട് ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനം നടത്തിയ വ്യക്തി. ജപ്പാനിലേക്ക് പോകാൻ ധൈര്യം കാണിച്ച ആദ്യത്തെ പ്രേക്ഷിതൻ. ചൈനയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ഷാങ് ജുവാൻ ദ്വീപിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. സേവർ എന്ന സ്ഥലത്തെ രാജകൊട്ടാരത്തിൽ ഫ്രാൻസിസ് ജനിച്ചു. അപ്പൻ നാവരയിലെ ജോൺ 3 രാജാവിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ബൊളോഞ്ഞയിലെ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി ഫ്രാൻസിസ് സേവ്യർ. തുടർ പഠനത്തിനായി 1525 പാരീസ് സർവകലാശാലയിലെത്തി. ഫവറെ എന്ന പേരുള്ള വൈദികന്റെ സുഹൃത്തായി. ആ സമയത്ത് ഫ്രാൻസിസിന്റെ മുറിയിലേക്ക് പുതിയൊരു വിദ്യാർത്ഥി എത്തി, ലയോളയിലെ ഇഗ്നേഷ്യസിന് 38 വയസ്സ്, ഫ്രാൻസിസിന് 23 വയസ്സ്. ഫവറയുടെ സ്വാധീനത്തിൽ ഇഗ്നേഷ്യസ് പൗരത്വം സ്വീകരിച്ചു. ഫ്രാൻസിസിന് വേറെ ചില ഭൗതിക താല്പര്യങ്ങളുണ്ടായിരുന്നു. 1530 മുതൽ ഫ്രാൻസിസ് പാരീസ് സർവകലാശാലയിൽ പ്രൊഫസറായി. ഇഗ്നേഷ്യസ് ലോയോളയെ ഹാസ്യ കഥാപാത്രമായിട്ടാണ് ഫ്രാൻസിസ് സേവ്യർ ആദ്യമൊക്കെ കണ്ടത്. വിദ്യാർത്ഥികളെ മാനസാന്തരപ്പെടുത്താൻ നടക്കുന്ന അരക്കിറുക്കൻ എന്നൊക്കെയാണ് ഫ്രാൻസിസ് സേവ്യർ ഇഗ്നേഷ്യസ് ലോയോളയെ വിളിച്ചിരുന്നത്. ഒരു ദിവസം ഈ അരക്കിറുക്കൻ ഫ്രാൻസിസിന് മുമ്പിൽ ഒരു ചോദ്യം എറിഞ്ഞു. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? തീ പിടിപ്പിക്കുന്ന വചനമായിരുന്നു അത്. ഫ്രാൻസിസ് സാവകാശം ചിന്തിക്കാൻ തുടങ്ങി. വലിയ സംരംഭത്തിൻ്റെ ചെറിയ തുടക്കമായിരുന്നു അത്. 1534 ഓഗസ്റ്റ് 15 ഇഗ്നേഷ്യസ് ലോയോള, ഫ്രാൻസിസ് സേവ്യർ എന്നിവരുൾപ്പെടെ 7 പേര് പാരീസിലെ മോന്തമാർത്തയിലെ വിശുദ്ധ ഡെന്നിസിന്റെ പള്ളിയിൽ സമ്മേളിച്ചു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, മാർപ്പാപ്പയോടുള്ള പ്രത്യേക അനുസരണം എന്നീ വ്രതങ്ങളെടുത്ത് ഫ്രാൻസിസ് ദൈവശാസ്ത്രം പഠിച്ചു. 1537 ജൂൺ 24 വൈദിക പട്ടം സ്വീകരിച്ചു. ഫ്രാൻസിസ് സേവ്യർ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഷണമുണ്ട്. വിദ്യാർത്ഥികളോട് ചെറിയ മോഹങ്ങൾ ഉപേക്ഷിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷം കിഴക്ക് ദിശയിലേക്ക് പോയി പ്രസംഗിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമുക്കുള്ള സന്ദേശവും അതായിരിക്കട്ടെ. ഈ വർഷം ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിന് ഒരു സവിശേഷതയുണ്ട്. 12 വർഷത്തിലൊരിക്കലാണെന്നാണ് എൻ്റെ അറിവ്. ഈ ഗോവയിലെ അദ്ദേഹത്തിൻ്റെ അഴുകാത്ത ശരീരം പരസ്യമായ വണക്കത്തിന് താഴേക്ക് കൊണ്ടുവരികയും അത് നവംബർ 21 അത് ആരംഭിച്ചു. അങ്ങനെ വളരെയധികം ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വർഷം കൂടിയാണിത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിൽ നമുക്ക് നന്ദി പറയാനുണ്ട്. ഇന്ത്യയിലെ ലത്തീൻ സഭയെ ഇതുപോലെ വളർത്തുന്നതിൽ ഫ്രാൻസിസിൻ്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന് അക്കാലത്തെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ തെറ്റായ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. മനുഷ്യനാണല്ലോ, അല്ലാതെ ദൈവമല്ലല്ലോ. അതേസമയം ഈ ലത്തീൻ സഭയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ പ്രേക്ഷിതർക്ക് അദ്ദേഹം നൽകുന്ന മാതൃക, ജപ്പാനിലേക്ക് പോകുക, ചൈനയിലേക്ക് പോകുക, പല പ്രാവശ്യം പോകുക. നമ്മളൊരു വിശദമായ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. മുൻപ് ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധരെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ആത്മാവിൻ്റെ വാൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ 5ാമത്തെ വാല്യത്തിൽ. അപ്പോൾ അത് താല്പര്യമുള്ളവരത് വായിക്കുക. ഇത് നമ്മൾ ചെറിയൊരു പ്രഭാഷണമായതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ജപ്പാനിലേക്കും ചൈനയിലേക്കും ഇന്ത്യയിൽ തന്നെ എന്തുമാത്രം സ്ഥലത്താണ് അദ്ദേഹം ഈ സുവിശേഷ പ്രഘോഷമായിട്ട് വന്ന് എന്തുമാത്രം പേരെയാണ് മാനസാന്തരപ്പെടുത്തിയത്, എന്തുമാത്രം പേരെയാണ് സുവിശേഷം അറിയിച്ചത്. ഒരു ചെറിയ ഒരു കാലയളവിലാണ് ഇല്ലേ, അത്രയും പ്രായമൊന്നും ജീവിച്ചില്ല. എന്നിട്ട് ഈ സ്പെയിനിൽ നിന്ന് പാരീസിൽ പോയി, പാരീസിൽ നിന്ന് ഇന്ത്യയിൽ വന്നു, ജപ്പാനിൽ, ഇങ്ങനെ ഈ കേരളത്തിൽ പറപ്പുകരയാണ് എൻ്റെ ഇടവക. ഇപ്പം ഞങ്ങൾ ഇടവക മാറി. ആ ഇടവകയിൽ ഒരു കൽക്കുരിശുണ്ട്. ആ കൽക്കുരിശ് എഴുതി വെച്ചിരിക്കുന്നത് ഫ്രാൻസിസ് അവരോട് സന്ദർശിച്ചു എന്നാണ്. പള്ളിയുടെ മുമ്പിൽ ഇപ്പം പാടമാണ്. പണ്ടതൊരു കോന്തിപുലം കായലായിരുന്നു. അപ്പോൾ ഈ കായലോരത്തായിരുന്നല്ലോ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഈ യാത്രകളൊക്കെ. അപ്പോൾ ആ പള്ളിയിൽ വന്നിട്ടുണ്ട്. അത് പിന്നീട് വന്ന ഒരു അച്ഛൻ, പണ്ടത്തെ കൽക്കുരിശ് പഴയ രീതിയിൽ ഉള്ളതായിരുന്നു. കുരിശെപ്പോഴും പറയുന്നത് തന്നെ അതിൻ്റെ ചുവടൊക്കെ പഴയ രീതിയിലായിരുന്നു. അത് മോഡേണാക്കി ഇപ്പം മോഡേൺ തരത്തിലാക്കിയിട്ടുണ്ട്. ഈ വൈദികർക്ക് വിവരമില്ലാണ്ട് വന്നാൽ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇപ്പോൾ അതൊരു മോഡേൺ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ച കുരിശ് പോലെ തോന്നിക്കും. ഫ്രാൻസിസ് സേവ്യർ വന്ന സമയത്ത് വെച്ചിരുന്ന പോലെ ആ മാതൃക തന്നെ നിലനിർത്തേണ്ടത്. അതിനൊരു കുറവുണ്ടായിരുന്നില്ല. ഇനി കുറവുണ്ടായത് പരിഹരിക്കണമെങ്കിലും ആ ഷേപ്പ് കളയാൻ പാടില്ലല്ലോ.
ആ കുരിശടിയുടെ പഴയ ഷേപ്പ് കളയാൻ പാടില്ലായിരുന്നു. അവിടെയുള്ള പഴയ പടങ്ങളിൽ അത് കാണും. അവിടെയുള്ള വികാരിച്ചമാർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ പഴയ പടം വെച്ചിട്ട് അതുപോലെ അത് തിരിച്ചു കൊണ്ടുവരണം. കാരണം പഴമ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ചരിത്രം നമ്മൾ ഇല്ലാതാക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ എൻ്റെ അനുജൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. അത് ഈ ഫ്രാൻസിസ് സേവ്യർ ആണ്. അതായത് ഞങ്ങളുടെ ഇടവകയിൽ ഈ ഫ്രാൻസിസ് സേവ്യർ വന്നിട്ടുണ്ട്. ഞാനത് പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി, അതുപോലെ വലിയ ഉന്നതമായ വിദ്യാഭ്യാസം, രാജകുടുംബത്തിൽ അംഗം, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മകൻ, ഇങ്ങനെയുള്ള എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇതുപോലൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു 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 ആഴവും വ്യാപ്തിയും വലുപ്പവും ഒക്കെ. നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇപ്പോൾ. എന്നോട് പലരും ചോദിക്കുന്നത് അച്ഛൻ 24 മണിക്കൂറും യൂട്യൂബിലാണെന്ന് ചോദിക്കുന്നത്. ഇതൊരു സുവിശേഷ പ്രഘോഷണമല്ലേ? 24 മണിക്കൂർ ഞാൻ ചെയ്യേണ്ട കാര്യം സുവിശേഷ പ്രഘോഷണമാണ്. അതല്ലേ ഞാൻ ചെയ്യേണ്ടത്? ലിറ്റർജി പോലും വചന പ്രഘോഷണമാണ്. അപ്പം കർത്താവ് ഇല്ലേ മലയുടെ മുകളിലും വള്ളത്തിലും വെള്ളത്തിലും ഒക്കെ സുവിശേഷം പ്രഘോഷിച്ചവനാ 24 മണിക്കൂറും. കർത്താവിൻ്റെ പണി സുവിശേഷ പ്രഘോഷണം മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബോ മറ്റ് സോഷ്യൽ മീഡിയാസോ എല്ലാം ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ട് ചിലർ വന്നിട്ട് പറയാത്തതിന് ഇതാണോ 24 മണിക്കൂറും ജോലി? ഇതാണ് 24 മണിക്കൂർ ഇത് തന്നെയാണ് ജോലി. ഇതല്ലാതെ വേറെ ഒരു ജോലിയും എനിക്കില്ല. ഈ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഒഴിഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നത്. ഫ്രാൻസിസ് സേവ്യറിനെ പോലെയൊന്നും സാധിച്ചിട്ടില്ല. എങ്കിലും ഒരു 10-14 രാജ്യങ്ങളിലേക്ക് പോകാനും സുവിശേഷം പ്രഘോഷിക്കാനും എനിക്ക് കർത്താവ് ക്രമ നൽകിയിട്ടുണ്ട്. ഞാൻ അത് പറയുന്നത് കണ്ടവരോടും കേട്ടവരോടും ഒക്കെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു തീവ്രമായ മോഹം നമുക്ക് വേണം. എല്ലാ ക്രിസ്ത്യാനികൾക്കും അത് വേണം. പിന്നെ ഈ ക്രിസ്ത്യാനികളായിരിക്കുന്നൊരു അഭിമാനം അത് മറ്റോട് പറയുന്നതിൽ വേണം നമുക്ക്. അങ്ങനെ എല്ലാ ക്രിസ്ത്യാനികളും പ്രേക്ഷിതരാകുമ്പോഴാണ് വാസ്തവത്തിൽ സഭ പ്രേക്ഷിതയാകുക. അങ്ങനെ ആകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.